സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുന്ന പല പദവികളും ഉണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിക്കുന്നത് അധ്യാപകർക്കും ഡോക്ടർമാർക്കുമാണ്. കാരണം സമൂഹത്തിൻ്റെ തൂണുകളാണ് അവർ. അധ്യാപകർ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ഡോക്ടർ സംരക്ഷണം നൽകുന്നു. രണ്ട് കൂട്ടർക്കും സമൂഹത്തിൽ നല്ല സ്വാധീനം ഉണ്ടായിരിക്കും. സത്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയും നല്ല സ്വഭാവത്തിന് മാതൃകയാക്കുകയും കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കുകയും ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്ത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുകയാണ് അധ്യാപകർ ചെയ്യുന്നത്. എന്നാൽ അതിന് അപവാദം എന്ന നിലയിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ BRCയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന 3 ലേഡി ടീച്ചർമാരാണ് കീർത്തന, അതുപോലെ കാവ്യ, നിഷ്മ. ഇന്ന് ലോകമെമ്പാട് നിയമവിരുദ്ധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിമാരകമായ ഒരു കൃത്രിമ മയക്കുമരുന്നാണ് MDMA, മെത്തലിൻ ഡിയോക്സി മെത്താപ്റ്റമൈൻ. ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് കാരണമാക്കുന്ന ഒരു ലഹരി മരുന്നാണിത്. ഇത് മനുഷ്യന്റെ ഓർമ്മശക്തി നശിപ്പിക്കും, വിഷാദ രോഗവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കും, ഉറക്കമില്ലായ്മ, തലച്ചോറിന്റെ പ്രവർത്തനം തയ്യാറാക്കുക, പരിഭ്രാന്തി സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത്. മേൽപ്പറഞ്ഞ 3 ടീച്ചർമാരും MDMA ഉപയോഗിക്കുന്നവർ മാത്രമല്ല, അതിന്റെ വിൽപ്പനക്കാരും കൂടിയാണ്. ഈ വാർത്ത കേട്ട് മലയാളി സമൂഹം ഒന്നടങ്കം ഞെട്ടി. ഇവർ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. മാത്രമല്ല, ഇവർ ലഹരി വിരുദ്ധ സെമിനാറുകൾ പങ്കെടുക്കുകയും ക്ലാസുകൾ എടുക്കുകയും ലഹരി വിരുദ്ധ സൂംബ നൃത്തം കുട്ടികളെ അഭ്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു പിടിയും കൊടുക്കാതെ നടക്കുമ്പോഴാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി, അതായത് 2026 ജൂലൈ 27, 28 തീയതികളിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അധ്യാപകൻ, ഡോക്ടർ ഇവരെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. യോഹന്നാൻ 13:13 മുതൽ 15 വാക്യങ്ങൾ. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. സദൃശ്യവാക്യങ്ങൾ 22:6. കുട്ടികൾ വളരേണ്ട വിധം അവരെ പഠിപ്പിക്കുക എന്നാണ് ഒരു അധ്യാപികയുടെ ഉത്തരവാദിത്വം. ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, തലശ്ശേരി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ CMO ഡോക്ടർ അഖിൽ സച്ചിയുടെ താമസ സ്ഥലത്ത് നിന്ന് MDMA പാക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു എന്നാണ്. മനുഷ്യന്റെ ജീവന് വിലപ്പെട്ടതായി കാണുകയും രോഗിയുടെ സ്വകാര്യതയും മാന്യതയും സംരക്ഷിക്കുകയും അതുപോലെ തന്നെ പണത്തേക്കാൾ രോഗിയുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതായ ഡോക്ടർ മയക്കുമരുന്നിന് അടിമയാണ് പോലും. സുവിശേഷകനായ ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു. കൊലോസ്യർ 4:14. അദ്ദേഹം തന്റെ തൊഴിലും ദൈവവിളിയും വിശ്വസ്തയോടെ നിർവഹിച്ചു. നല്ല ശബരിക്കാരന്റെ ഉപമയിൽ ലൂക്കോസ് 10:37, അതായത് പരിക്കേറ്റ് അർത്ഥപ്രാണനായി കിടന്നിരുന്നതായ ആ രോഗിയെ ശുശ്രൂഷിച്ചതായ ശബരിക്കാരൻ ഒരു നല്ല ആരോഗ്യ പ്രവർത്തകനായിരുന്നു. അതായത് അറിവും വിദ്യാഭ്യാസവും ഉള്ളവർ എന്തുകൊണ്ട് ഇങ്ങനെ മയക്കുമരുന്ന് അടിമകളാകുമെന്ന് ചോദിച്ചാൽ അതിന് ബൈബിൾ നൽകുന്ന മറുപടി, പരിജ്ഞാനമില്ലായെങ്കിയാൽ ജനം നശിച്ചു പോകുന്നു എന്നാണ്. ഹോശേയ 4:6 വാക്യം. ഇവിടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മതിയായ ബോധവൽക്കരണം നൽകിയാൽ ഒരു പരിധിവരെ നമുക്ക് അവരെ ഈ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, ദൈവത്തിൻ്റെ ഉള്ളതായ ആശ്രയം കൂടി ഉണ്ട് എങ്കിൽ നിശ്ചയമായും ഓരോ വ്യക്തിക്കും ഈ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. ആകയാൽ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശം ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.